നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മഹീന്ദ്ര സ്കോർപിയോ കാർ ഇടിച്ച ഒരു KSRTCയുടെ അവസ്ഥ. 4 ടയറുകളാണ് ഊരിത്തെറിച്ചത്. കൊട്ടാരക്കര കോട്ടപ്പുറത്ത് രാവിലെ 7 മണിക്ക് നടന്ന അപകടം. പുനലൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്നു കാർ. കൊട്ടാരക്കര ഭാഗത്തു നിന്ന് പുനലൂരിലേക്ക് KSRTC ബസ്സും. കാർ ഇടിച്ച ഉടനെ ബസ്സിന്റെ ടയറുകൾ ഊരിത്തെറിച്ചു. ബോഡി റോഡിലുരഞ്ഞ് അല്പനേരം നീങ്ങി. കാറിന്റെ മുൻവശം തകർന്നിരുന്നു. എന്നാൽ KSRTC ബസ്സിന്റെ പരിവമാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത്. ഇമ്മാതിരി പാട്ട ബസ്സിലാണല്ലോ നമ്മളൊക്കെ യാത്ര ചെയ്യുന്നത് എന്ന് തോന്നൽ. KSRTC ബസ് കണ്ട ജനങ്ങൾ അന്തം വിട്ടു. മുതിർന്നവർക്കുള്ള സുരക്ഷയിൽ 5 സ്റ്റാർ നേടിയിട്ടുള്ള വാഹനമാണ് മഹീന്ദ്ര സ്കോർപിയോ കാർ. കാർ ഇടിച്ചയുടൻ ബസിന്റെ ആക്സിലുകൾ അടക്കം ഊരിത്തെറിച്ചു. പുനലൂർ ഭാഗത്തു നിന്ന് വരുന്ന കാർ നിയന്ത്രണം വിട്ട് ബസിന്റെ സൈഡിൽ ഇടിക്കുകയായിരുന്നു. KSRTC ബസ്സിന് സംഭവിച്ച അപകടം മാത്രമല്ല, അതിന് പിന്നിൽ ചില വാർത്തകളുണ്ട്. ഇക്കഴിഞ്ഞ മാസം ആദ്യം തിരുവമ്പാടിയിൽ നടന്ന ഒരു അപകടം. KSRTCക്ക് സംഭവിച്ച അപകടത്തെ തുടർന്ന് ഒരു വിചിത്രവാദവുമായി KSRTC മന്ത്രി അന്ന് കളത്തിലിറങ്ങി. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അന്ന് പറഞ്ഞത്, നിരത്തിലോടുന്ന പല KSRTC ബസ്സുകൾക്കും ഇൻഷുറൻസ് പരിരക്ഷയില്ല എന്നു സത്യമാണ്. എല്ലാ വാഹനങ്ങൾക്കും ഇൻഷുറൻസ് എടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി KSRTCക്കില്ല. ഇതായിരുന്നു മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. കേരളത്തിലെ റോഡുകളിൽ ഒരു സാധാരണക്കാരൻ വാഹനമിറക്കണമെങ്കിൽ ഇൻഷുറൻസ് പരിരക്ഷ നിർബന്ധമാണ്. അതുപോലുമില്ലാതെയാണ് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള KSRTC നിരത്തുകളിൽ ഓടുന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആളുകൾ അന്തം വിട്ടു. തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച നിരവധി വാർത്തകൾ കണ്ടിരുന്നു. എല്ലാ വണ്ടികൾക്കും ഇൻഷുറൻസ് പരിരക്ഷയില്ല, കുറേ വണ്ടികൾക്കുണ്ട്. എന്ത് വിചിത്ര ന്യായവാദമാണ് അന്ന് മന്ത്രി നിരത്തിയത്. KSRTC വണ്ടികൾക്ക് വേറെ തകരാറൊന്നുമില്ല, ഫിറ്റ്നസ് ഒക്കെ കറക്റ്റാണ്. തിരുവമ്പാടിയിൽ ബൈക്കിനെ രക്ഷിക്കാൻ ശ്രമിച്ച KSRTC ബസ്സാണ് അന്ന് നിയന്ത്രണം വിട്ട് താഴേക്ക് പോയത് എന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു. ഡ്രൈവറുടെ പിശകല്ലത്രേ. ദൃക്സാക്ഷികൾ പറഞ്ഞ കാര്യങ്ങൾ ഉദ്ധരിച്ചാണ് അന്ന് ഗതാഗത മന്ത്രിയുടെ വിശദീകരണം. തിരുവമ്പാടിയിൽ KSRTC ബസ് പുഴയിലേക്ക് മറിഞ്ഞ് 2 പേർ മരിച്ചിരുന്നു. KSRTC ബസ്സുകൾ ഇൻഷുറൻസ് പരിരക്ഷ മാത്രമല്ല, സമയത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ പോലും എടുക്കുന്നില്ല എന്നതാണ് പരമാർത്ഥം. ആനവണ്ടിയിൽ കയറി യാത്ര ചെയ്യുന്നവരുടെ അവസ്ഥയൊന്ന് ചിന്തിക്കൂ. സാധാരണ ഏതെങ്കിലും വാഹനാപകടം നടന്നാൽ പോലും ഒരു ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. ഇൻഷുറൻസ് കവറേജ് ഇല്ലാതെ എന്തിനാണിവർ ഇങ്ങനെ വണ്ടി നിരത്തിലിറക്കുന്നത്? ഒരു വർഷം എല്ലാ KSRTCക്കും കൂടി ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ഏകദേശം 12 കോടി രൂപ വേണമത്രേ. അതിനുള്ള സാമ്പത്തിക സ്ഥിതി KSRTCക്കില്ല എന്ന ന്യായവാദമാണ് അധികൃതർ ഉയർത്തുന്നത്. നേരത്തെ KSRTCക്ക് ഒരു പൊതുമേഖല ഇൻഷുറൻസ് കമ്പനിയുമായി എല്ലാ ബസ്സുകളും ഇൻഷുർ ചെയ്യുന്നതിനുള്ള ഒരു കരാറുണ്ടായിരുന്നു. എന്നാൽ കോവിഡ് കാലത്ത് ഈ കരാറൊക്കെ അസ്തമിച്ചു. വാഹനങ്ങളുടെ ഇൻഷുറൻസ് സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന മോട്ടോർ വാഹന നിയമമുണ്ട്. ആ നിയമം ഉദ്ധരിച്ചാണ് അധികൃതരും മന്ത്രിയുമൊക്കെ ഇൻഷുറൻസ് പരിരക്ഷ അത്യാവശ്യമില്ല എന്ന് വിളിച്ചു കൂവുന്നത്. 1988 വകുപ്പ് 146 പ്രകാരമാണിത്. സംസ്ഥാന സർക്കാരിന് പ്രത്യേക ഉത്തരവിലൂടെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ, ഇൻഷുറൻസിനായി പ്രത്യേക ഫണ്ടുള്ള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്ങുകളുടെ വാഹനങ്ങൾ എന്നിങ്ങനെ 3 തരം വാഹനങ്ങളെ ഇൻഷുറൻസ് വേണം എന്ന നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കാൻ അനുമതിയുണ്ട്. തങ്ങളുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ മുഖേന ഉണ്ടാകുന്ന മോട്ടോർ ആക്സിഡന്റുകൾക്കായി നഷ്ടപരിഹാരം നൽകുന്നതിനായി പ്രത്യേക ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് KSRTC എന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ ജീവനക്കാർക്ക് നേരെ ചൊവ്വേ ശമ്പളം പോലും കൊടുക്കാൻ കഴിവില്ലാത്ത KSRTC എങ്ങനെ വലിയ നഷ്ടപരിഹാരം നൽകും? കേരള സർക്കാർ ഈ വ്യവസ്ഥകൾ പ്രകാരം ഒരു പ്രത്യേക ഉത്തരവിലൂടെ KSRTCയെ നിർബന്ധമായും ഇൻഷുറൻസ് വേണം എന്ന വ്യവസ്ഥയിൽ നിന്ന് നേരത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനാപകടത്തെ തുടർന്ന് യാത്രക്കാർക്കോ മറ്റേതെങ്കിലും വ്യക്തികൾക്കോ പരിക്കോ മരണമോ സംഭവിച്ചാൽ ഇൻഷുറൻസ് കമ്പനിക്ക് പകരം KSRTC സ്വന്തം ഫണ്ടിൽ നിന്ന് നഷ്ടപരിഹാരം നൽകണം. ചുരുക്കത്തിൽ ഇൻഷുറൻസ് എടുക്കാനും എടുക്കാതിരിക്കാനുമുള്ള അവകാശവും അധികാരവും തങ്ങൾക്കുണ്ട് എന്ന് KSRTC വാദിക്കുന്നു. അപകടത്തിൽപ്പെടുന്നവർക്ക് എങ്ങനെ നഷ്ടപരിഹാരം കൊടുക്കും KSRTC എന്നുള്ള ചോദ്യം ഇവിടെ ശ്രദ്ധേയമാണ്. KSRTC ബസ്സുകളുടെ ഇൻഷുറൻസ് സംബന്ധിച്ച വിവാദം ആദ്യം ഉയർത്തിവിട്ടത് അങ്ങ് പൂഞ്ഞാറിൽ വെള്ളത്തിലൂടെ KSRTC ബസ് ഓടിച്ച ശ്രീ ജയദീപ് എന്ന ഡ്രൈവറാണ്. അന്ന് ജയദീപിനെ പുകഴ്ത്തി സമൂഹ മാധ്യമങ്ങൾ കളത്തിലിറങ്ങിയിരുന്നു. വെള്ളക്കെട്ട് മുന്നിൽ കണ്ടിട്ടും അതിലൂടെ ആളുകൾ നീന്തി തുടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും അതൊന്നും വകവയ്ക്കാതെ നിറയെ യാത്രക്കാരുമായി വെള്ളക്കെട്ടിലേക്ക് ഇറക്കിയ ജയദീപിനെതിരെ അന്ന് KSRTC നടപടികളെടുത്തിരുന്നു. തുടർന്ന് ജയദീപ് എന്ന ആശാൻ KSRTCക്കെതിരെ തിരിഞ്ഞു. താൻ ഓടിച്ചിരുന്ന KSRTC ബസ്സുകൾക്ക് ഫിറ്റ്നസ് പോലുമില്ല എന്ന് വെളിപ്പെടുത്തിയത് അതേ ജയദീപ് തന്നെയാണ്. തുടർന്ന് ഇത് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. KSRTC ബസ്സുകൾ കൃത്യമായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടുന്നില്ല എന്ന ആരോപണം ഉയർന്നു.
തൊട്ടു പിന്നാലെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മാത്രമല്ല ഇൻഷുറൻസ് പരിരക്ഷ പോലും ഈ KSRTC ബസ്സുകൾക്കില്ല എന്ന സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ചില ബസ്സുകൾക്കൊക്കെ ഇൻഷുറൻസ് കവറേജ് ഇപ്പോഴുമുണ്ട്. എന്നാൽ ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞ വിവരം പോലും പല ഡിപ്പോകൾക്കും അറിയില്ല. ഒരു ബസ്സിന് 60,000 രൂപയിലധികമാണ് പ്രതിവർഷ ഇൻഷുറൻസ്. കേരളത്തിലോടുന്ന മറ്റെല്ലാ വാഹനങ്ങൾക്കും ഇൻഷുറൻസ് കവറേജ് വേണം. എന്നാൽ സർക്കാരിൻ്റെ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് വേണ്ട. വാഹനങ്ങൾ അപകടമുണ്ടാക്കിയാലും സർക്കാരിൻ്റെ പണമല്ലേ നഷ്ടപ്പെടുന്നത്? കാട്ടിലെ തടി തേവരുടെ ആന വലിയിടവലി. അതിനിടയിലാണ് ഇപ്പോൾ കൊട്ടാരക്കരയിലെ ഒരു ബസ്സിൽ കാറ് തട്ടി ടയറുകൾ ഊരിത്തെറിക്കുന്ന കാഴ്ച നമുക്ക് മുന്നിലുള്ളത്. ഈ ബസ്സുകളുടെയൊക്കെ ഒരു അവസ്ഥയെ, ഫിറ്റ്നസ് എന്താണെന്ന് പോലും അറിയാത്ത ഒരു KSRTC. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.